മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖിനെ പോലെ തന്നെ ഷെയ്ഖ് ബിൻ ബാസും അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. 20-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട്. പക്ഷേ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്ന കാഴ്ചയുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ പിന്നിലാക്കുന്ന തരത്തിലുള്ള പഠന വൈഭവവും പഠനത്തിലുള്ള ഔത്സുക്യവും ഉന്മേഷവും എല്ലാം അദ്ദേഹം പ്രകടിപ്പിക്കുകയും വളരെ കുറഞ്ഞ കാലം കൊണ്ട് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖിൻ്റെ ഒരു സന്തത സഹചാരിയായി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി. ആരാണ് അദ്ദേഹത്തിൻ്റെ അനന്തരഗാമി എന്ന് ചോദിച്ചാൽ ആർക്കും സംശയമില്ലാത്ത വിധം ആ ക്ലാസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ വിദ്യാർത്ഥിയായി ഒരു കുറഞ്ഞ കാലം കൊണ്ട് സൗദി അറേബ്യയിലെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായി വളർന്നു വന്ന ആളാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ആലുബാസ് എന്ന് പറയുന്ന ഈ പണ്ഡിതൻ. പലപ്പോഴും സംഭവിക്കാറുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ശിഷ്യന്മാർ പുസ്തകം നോക്കി വായിക്കുമ്പോൾ സംഭവിക്കുന്ന വളരെ സൂക്ഷ്മമായ അബദ്ധങ്ങൾ പോലും ഇബ്നു ബാസ് പെട്ടെന്ന് തിരിച്ചറിയുമായിരുന്നു. അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയും. ആ വരി അങ്ങനെയല്ല, ആ വാക്ക് അങ്ങനെയല്ല, അതിൻ്റെ ഇറാബ് അങ്ങനെയല്ല. എന്നിട്ട് ഒരു വട്ടം കൂടി നോക്ക്, ഒരു വട്ടം കൂടി നോക്ക്, ഒരു വട്ടം കൂടി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ശിഷ്യൻ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്യും അത് അങ്ങനെ തന്നെയല്ല. ജീവിതത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്ന അപാരമായ വിശുദ്ധിയും അദ്ദേഹത്തിന്റെ സുഹൃദും ഇബാദത്തുകൾക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതവും വറവും അതെന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്തതായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ അവർ 100 നാവ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഷെയ്ഖ് ബിൻ ബാസ് എന്ന് പറയുന്നത് ദുന്യാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിരക്തി, പരലോകത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ സമർപ്പണം, ഇബാദത്തിലും ഇൽമിലും മാത്രം മുഴുസമയം വളരെ ചെറിയ പ്രായത്തിൽ പോലും അതിൽ മാത്രം താല്പര്യം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമായിരുന്നു. ഈ ഷെയ്ഖ് ബിൻ ബാസിൻ്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നമ്മൾ പറയുന്ന ദീന് അത്രക്കും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു തലം അദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ അഖ്ലാഖ് എന്ന് പറയുമല്ലോ, അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ അതിനെപ്പറ്റി ഒരുപാട് എഴുതിയതും സംസാരിച്ചതും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരു വിനയം, അദ്ദേഹത്തിന് വിദ്യാർത്ഥികളോടുള്ള സൗഹൃദം, അദ്ദേഹത്തിൻ്റെ ആർദ്രത, അദ്ദേഹത്തിൻ്റെ കാരുണ്യം, അദ്ദേഹം വിദ്യാർത്ഥികളോട് കാണിക്കുന്ന സ്നേഹം, അവരുമായുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയബന്ധം. അതായത് ഈ ഒരു ഷെയ്ഖ്, ഒരു ഉസ്താദ്, ഒരു മെന്റർ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വൈകാരികമായ അനുഭവമാണ് ഇബ്നു ബാസിൻ്റെ വിദ്യാർത്ഥികൾക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഷെയ്ഖ് ബിൻ ബാസ് എന്ന പേരിൽ വിശ്വവിഖ്യാതനായ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച മിക്കവാറും മതവിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തൊരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ആലുബാസ് ആണ് നമ്മൾ സാധാരണ ചുരുക്കി ഇബ്നു ബാസ് അല്ലെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് എന്ന് നമ്മൾ പറയാറുള്ളത്. അദ്ദേഹം റിയാദിൽ ജനിച്ച് ജീവിച്ച ഒരു പണ്ഡിതനാണ്. 1912 അദ്ദേഹത്തിൻ്റെ ജനനം. 1999 അദ്ദേഹത്തിൻ്റെ മരണം. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, വളരെ റീസെൻ്റായ നമ്മളുടെ ഒരു ജീവിത കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മുസ്ലിം സമൂഹത്തിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മുസ്ലിങ്ങളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പരിശ്രമിച്ച, മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ, മുസ്ലിങ്ങളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ച കുറേയധികം പ്രസ്ഥാനങ്ങളും പണ്ഡിതന്മാരും കൂട്ടായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ സലഫിയ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. സലഫി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സലഫി പണ്ഡിതന്മാർ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അത് പല നാടുകളിലെയും പ്രസ്ഥാനങ്ങളും പണ്ഡിതന്മാരും ആ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സലഫി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ, യമനിൽ, ഇറാഖിൽ, സിറിയയിൽ, ഈജിപ്തിൽ ഒക്കെ സലഫി മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നമ്മൾ അറേബ്യയിൽ, സെൻട്രൽ അറേബ്യയിൽ നജിദ് കേന്ദ്രമാക്കി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു പ്രബോധകൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവിടെ സലഫിയ എന്ന് അറിയപ്പെട്ടൊരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. ഈ സലഫി മൂവ്മെൻറ്റുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവ പൊതുവായി വെച്ച് പുലർത്തുന്ന ചില സ്വഭാവങ്ങളുണ്ട്. പക്ഷേ പ്രാദേശികമായി ഇവ തമ്മിൽ നോക്കുമ്പോൾ ചില സൂക്ഷ്മമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അവ പുലർത്തുന്നുണ്ടാകാം. പക്ഷേ സാമാന്യമായി അവ ഉയർത്തിപ്പിടിച്ച പൊതുവായ തത്വങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഖുർആനിലേക്കും ഹദീസുകളിലേക്കും മടങ്ങണം, നബിചര്യയിലേക്ക് മടങ്ങണം, ഇസ്ലാമിൻ്റെ ആദിമ തലമുറകൾ ഉയർത്തിപ്പിടിച്ച ഇസ്ലാമിക ആദർശ തനിമയിലേക്ക് അവർ മടങ്ങിപ്പോകണം, പിൽക്കാലത്ത് ഉണ്ടായി വന്ന അനാചാരങ്ങൾ ഉപേക്ഷിക്കണം, പ്രത്യേകിച്ചും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക പോലുള്ള സമ്പ്രദായങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടണം എന്ന ഒരു തത്വമാണ് സാമാന്യമായി സലഫി പ്രസ്ഥാനങ്ങളൊക്കെ പ്രബോധനം ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രബോധനങ്ങളെ, അദ്ദേഹത്തിൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അത് അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടൊരു രാജഭരണകൂടം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് ബിൻ സൂദും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും തമ്മിലുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രബോധന പ്രസ്ഥാനം
നജദിൽ വലിയ വിജയങ്ങൾ നേടുന്നത്. അതാണ് നമ്മൾ സാധാരണ ഒന്നാം സൗദി രാജ്യം എന്നൊക്കെ പറയുന്നത്. സൂദ് കുടുംബം എന്ന് പറയുന്ന കുടുംബം, ആ കുടുംബത്തിന്റെ രാഷ്ട്രീയാധികാരം അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ തുണയായിട്ടുണ്ട്. ആ ഭരണകൂടം പിന്നെ ഇല്ലാതാകുന്നു. അത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രണ്ടാം സൗദി ഭരണകൂടം എന്ന് പറഞ്ഞ ആ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ വീണ്ടും അവരുടെ കയ്യിലേക്ക് അധികാരം വരുന്നു. അതും കഴിഞ്ഞ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്മൾ അബ്ദുൽ അസീസ് രാജാവ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ആലു സൗദ് കുടുംബത്തിൽപ്പെട്ട അദ്ദേഹം വീണ്ടും അറേബ്യയിൽ അദ്ദേഹം നയിച്ച യുദ്ധങ്ങളിലൂടെ നമ്മളിപ്പോൾ സൗദി അറേബ്യ എന്ന് വിളിക്കുന്ന മോഡേൺ സൗദി അറേബ്യ എന്ന് നമ്മൾ പറയുന്ന തേർഡ് സൗദി സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സൗദി ഭരണകൂടം അദ്ദേഹം സ്ഥാപിക്കുന്നു. 1932 നമ്മൾ ഇന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് സൗദി സ്റ്റേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ആധുനിക സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിതമായതോടുകൂടി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രബോധനങ്ങൾക്ക് അവിടെ വീണ്ടും ആ തരത്തിലുള്ള ഒരു സ്വാധീനവും ദൃശ്യതയും എല്ലാം ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അബ്ദുൽ അസീസ് രാജാവിനെ പറ്റി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ പിന്നെ പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ചും 1920-കൾ എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായൊരു കാലഘട്ടമാണിത്. ഇപ്പം ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റി നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ പിന്നെ 1920, 21, 22 എന്നൊക്കെ പറയുന്നത് കേരളത്തിലടക്കം ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് തുർക്കിയിലെ ഇസ്തംബൂൾ ആസ്ഥാനമായി ഉണ്ടായിരുന്ന ഉസ്മാനി സാമ്രാജ്യം, ആ ഉസ്മാനി സാമ്രാജ്യമാണ് ഖിലാഫത്തിന്റെ അവസാനത്തെ സെൻട്രായി പരിഗണിക്കപ്പെട്ടിരുന്നത്. തുർക്കി സുൽത്താന ഖലീഫ എന്ന് വിളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഒരു ഇസ്ലാമിക ഖിലാഫത്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ ഖിലാഫത്ത് ഇല്ലാതായി. അതില്ലാതായതോടുകൂടി, ഉസ്മാനി സാമ്രാജ്യം ഇല്ലാതായതോടുകൂടി, വലിയ ഒരു ഇസ്ലാമിക രാഷ്ട്രീയ ശക്തി ലോകത്തിൽ ഇല്ലാതായതോടുകൂടി ഒരു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ മുസ്ലിം ലോകത്തുടനീളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആ ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയെങ്കിലും അവസാനം തുർക്കി സാമ്രാജ്യം തന്നെ ഇല്ലാതായി, ഉസ്മാനി സാമ്രാജ്യം തന്നെ ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള വഴി എന്താണ് എന്ന വിഷയത്തിൽ നന്നായി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു പൊതുവിൽ മുസ്ലിം ലോകം. ആ സമയത്താണ് അബ്ദുൽ അസീസ് രാജാവിന്റെ പടയോട്ടങ്ങൾ നടക്കുന്നതും 1930-കളുടെ തുടക്കത്തിൽ ഒരു മേജർ ഇസ്ലാമിക് പവറായി സൗദി അറേബ്യ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതും. അപ്പോൾ ആ നിലക്ക് ആധുനിക മുസ്ലിം ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആധുനിക സൗദി അറേബ്യ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവിടെ സ്വാഭാവികമായി അവിടുത്തെ അവരുടെ ഒരു കുടുംബത്തിന്റെ രീതി അനുസരിച്ചും അദ്ദേഹത്തിന്റെ ആദർശപരമായ ബോധ്യങ്ങൾ അനുസരിച്ചും അവിടെയുള്ള സലഫി പണ്ഡിതന്മാർക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പിന്മുറക്കാർക്ക് സൗദി അറേബ്യയുടെ മതമണ്ഡലത്തിന്റെ നിയന്ത്രണം അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനുണ്ട്. ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബക്കാരാണ്. അദ്ദേഹത്തിന്റെ രക്തപരമ്പരയാണത്. അപ്പൊ അബ്ദുൽ അസീസ് രാജാവ് സൗദി അറേബ്യ സ്ഥാപിക്കുന്ന സമയത്ത്, ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപനം പൂർണ്ണമാകുന്ന സമയത്ത് മുഹമ്മദ് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പുത്രപരമ്പരയിൽപ്പെട്ട പണ്ഡിതനാണ് അവിടുത്തെ റിയാദിലെ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഈ കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നിറയെ പണ്ഡിതന്മാരായിരുന്നു. വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ തന്നെ ഉറച്ചു നിന്നൊരു കുടുംബമാണത്. അത് ഓരോ ജനറേഷനിലും നമ്മൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലത്ത് അത് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് ആയിരുന്നു. മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് എന്ന് പറയുന്നത് അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് അന്ധനായി മാറിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പ്രസിദ്ധനാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇബ്നു ബാസിന്റെ അത്ര നിങ്ങൾ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാവില്ല, കാരണം അതിന്റെ തൊട്ട് മുമ്പത്തെ തലമുറയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ആധുനിക സൗദി അറേബ്യ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ 1930-കൾ 40-കൾ ഇതൊക്കെയാണല്ലോ സൗദി അറേബ്യയുടെ ആദ്യത്തെ പതിറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. ആ സമയത്ത് അവിടുത്തെ ഒരു മതവിജ്ഞാന മണ്ഡലത്തിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖിന്റെ കയ്യിലാണ്. നിങ്ങൾ റിയാദിൽ പോയ ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ റിയാദിനെ പറ്റി അറിയുന്ന ആൾക്കാരുണ്ടാവാം. റിയാദ് എന്ന് പറയുന്നത് സൗദി ഭരണ തലസ്ഥാനം എന്നതിനപ്പുറത്ത് അവിടുത്തെ ഈ സലഫി പ്രബോധനത്തിന്റെ ഒരു ആസ്ഥാനം കൂടിയായിരുന്നു. സലഫി പണ്ഡിതന്മാരുടെ ഒരു സ്ഥിരാകേന്ദ്രമായിരുന്നു. മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് മാത്രമല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബ പരമ്പര മൊത്തത്തിൽ അവിടെ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. റിയാദിലെ ദഹ്ന എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ദഹ്ന എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളിയായിരുന്നു അവരുടെ പ്രബോധനത്തിന്റെ ഒരു സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത്. ആ പള്ളി കേന്ദ്രീകരിച്ചിട്ടാണ് മുഹമ്മദ് ബിൻ ഇബ്രാഹിമിന്റെ ക്ലാസ്സുകൾ നടന്നിരുന്നത്, ദർസുകൾ നടന്നിരുന്നത്. അവിടെ അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി ഒരുപാട് മതവിദ്യാർത്ഥികൾ എത്തിയിരുന്നു. അവർ ഫത്വകൾ ചോദിച്ചു വന്നിരുന്നു. അതേപോലെ റിയാദിലെ ധീര എന്ന് പറയുന്ന
പറയുന്ന വേറൊരു സ്ഥലമുണ്ട്. ആ ധീരയിൽ വേറൊരു പള്ളി ഉണ്ടായിരുന്നു. ഈ രണ്ട് പള്ളികളും വളരെ പ്രസിദ്ധമാണ്. ധീര ഗ്രാൻഡ് മോസ്ക് എന്ന് പറഞ്ഞാൽ ഈ സൗദി അറേബ്യയിൽ ശരീഅത്ത് നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്താൽ അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്നത് ഈ പള്ളിയാണ്, ധീര ഗ്രാൻഡ് മോസ്ക് ആണ്. ഈ ദഹ്നയിലെ പള്ളി ഇപ്പോഴും അറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ ഇബ്രാഹിം മോസ്ക് എന്നാണ്, അദ്ദേഹത്തിന്റെ പേരിലാണ് ആ പള്ളി അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പള്ളികളൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് അവരുടെ ദഅവാ പ്രവർത്തനങ്ങൾ പ്രധാനമായും നടന്നിരുന്നത്. അബ്ദുൽ അസീസ് രാജാവ് 1953 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് അദ്ദേഹം രാജ്യത്തിനൊരു ഗ്രാൻഡ് മുഫ്തി ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അങ്ങനെ ഒരു സംവിധാനം അദ്ദേഹം പ്രഖ്യാപിക്കുകയും മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖിനെ സൗദി അറേബ്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മുഫ്തിയായി അദ്ദേഹം അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സൗദി അറേബ്യയിൽ സാലിഹുൽ ഫൗസാൻ പുതിയ ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി പലരും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സൗദി അറേബ്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന അബ്ദുൽ അസീസ് രാജാവ് 1953 മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖിനെ ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപിക്കുമ്പോഴാണ്. അപ്പോഴേക്കും ആ തരത്തിലുള്ളൊരു ദൃശ്യത മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് അവിടെ കൈവരിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ മുഹമ്മദ് ബിൻ ഇബ്രാഹിമിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചരിത്രപരമായി കൗതുകമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് സൗദി സ്റ്റേറ്റ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജീവിച്ചിരിക്കുന്ന കാലത്തെ സൗദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ സൗദി സ്റ്റേറ്റിനോട് പൊതുവെ മുസ്ലിം ലോകത്തെ മറ്റ് രാജ്യങ്ങൾ കടുത്ത ശത്രുതയിലായിരുന്നു പൊതുവിൽ. മാത്രമല്ല പല നാടുകളിലും അതിനെപ്പറ്റി വളരെ ഭീകരമായ കഥകളാണ് പ്രചരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതുമായൊരു അകലം പാലിക്കാനാണ് പലരും ശ്രദ്ധിച്ചിരുന്നത്. സെക്കൻഡ് സൗദി സ്റ്റേറ്റിന്റെ കാലത്തും അത് തന്നെയായിരുന്നു അതിന്റെ അവസ്ഥ. പ്രത്യേകിച്ചും ഈ ദർഗകൾ, മക്ബറകളിൽ ചെന്നുകൊണ്ടുള്ള അനാചാരങ്ങൾ, മരണപ്പെട്ടവരെ വിളിച്ചുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ വളരെ വൈകാരികമായി പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ വളരെ നിശിതമായി എതിർത്തുകൊണ്ടുള്ളൊരു പ്രബോധനത്തോട് വളരെ വലിയ അസഹിഷ്ണുത ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷെ അബ്ദുൽ അസീസ് രാജാവ് സൗദി അറേബ്യ ഉണ്ടാക്കിയ ഒരു കാലം എന്ന് പറയുന്നത് ആ അസഹിഷ്ണുതക്ക് നിലനിൽക്കാൻ കഴിയാത്തൊരു കാലമായിരുന്നു. മുസ്ലിം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി സൗദി അറേബ്യ മാറി. അബ്ദുൽ അസീസ് രാജാവ് സൗദി അറേബ്യ ഉണ്ടാക്കി കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് അവിടെ എണ്ണ കണ്ടുപിടിക്കപ്പെട്ടു. ആദ്യത്തെ 1-2 പതിറ്റാണ്ടുകൾ കൊണ്ട് വളരെ വലിയൊരു സാമ്പത്തിക ശക്തിയായി സൗദി അറേബ്യ മാറി. മാത്രമല്ല ഈ ഹജ്ജിനും ഉംറക്കും വേണ്ടി പിന്നെ ഒരുപാട് തീർത്ഥാടകർ, നമ്മൾ ഈ ആധുനിക വിമാന സൗകര്യങ്ങളും മറ്റ് യാത്രാ സൗകര്യങ്ങളും സങ്കേതങ്ങളൊക്കെ ഉണ്ടായതോടുകൂടി ഒരുപാട് പേർ ഹജ്ജിനും ഉംറക്കൊക്കെ വേണ്ടി സൗദി അറേബ്യയിൽ എത്തുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് സൗദി അറേബ്യക്ക് പുതിയ തരത്തിലുള്ളൊരു ഇടം, ഒരു സ്വീകാര്യത, ഒരു വിസിബിലിറ്റി, അത് ആർക്കും അതിനെ തൊട്ടുകൂടായ്മ കാണിച്ച് മാറ്റി നിർത്താൻ കഴിയാത്തൊരവസ്ഥാവിശേഷം വന്നു ചേർന്നൊരു കാലം കൂടിയാണത്. അന്നാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയൊക്കെ ആയിട്ട് നിശ്ചയിക്കപ്പെടുന്നത്. അദ്ദേഹം ആ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള നിലക്ക് സൗദി അറേബ്യയിൽ മാത്രമല്ല മൊത്തം മുസ്ലിം ലോകത്തോട് കണക്ട് ചെയ്യാനും അവരോട് സംസാരിക്കാനൊക്കെ അദ്ദേഹത്തിന് ആ കാലത്ത് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേ ഒരു അവസ്ഥ തന്നെയാണ് പിന്നെ തുടർന്ന് വന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ദർസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 1930-കളിൽ അദ്ദേഹത്തിന്റെ ദർസിൽ വളരെ ആക്റ്റീവായി, അതായത് ആ ദർസിലെ വിദ്യാർത്ഥികളിൽ ഏറ്റവും ശ്രദ്ധേയനായ വിദ്യാർത്ഥിയായി കടന്നു വന്ന ആളാണ് ഈ ഷെയ്ഖ് ഇബ്നു ബാസ് എന്ന് പറയുന്ന ആള്. എന്ന് പറഞ്ഞാൽ ആധുനിക സൗദി അറേബ്യ ഉണ്ടായതിന്റെ ഏറ്റവും ആദ്യ വർഷങ്ങളിൽ തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരുന്ന വളരെ ചെറുപ്പക്കാരനായൊരു വിദ്യാർത്ഥിയാണ് അന്ന് ഷെയ്ഖ് ഇബ്നു ബാസ്. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന് 3 വയസ്സായ സമയത്തിന്റെ പിതാവ് മരിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ സംരക്ഷണത്തിലാണ് അദ്ദേഹം വളരുന്നത്. ഞാൻ പറഞ്ഞ പോലെ റിയാദിൽ തന്നെയാണ് അദ്ദേഹം ജനിക്കുന്നത്. റിയാദിലെ മതപണ്ഡിതന്മാരിൽ നിന്നാണ് അദ്ദേഹം ഇൽമു നുകരുന്നത്. അവിടെ റിയാദിലെ മതപണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ പ്രധാനമായും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് മാത്രമല്ല കുറേ പണ്ഡിതന്മാർ, ആലു ഷെയ്ഖ് എന്ന് പറയുന്ന ഈ അനുബന്ധമുള്ള കുറേ പണ്ഡിതന്മാർ അവിടെ ഉണ്ട്. അതല്ലാത്തയും കുറേ സലഫി പണ്ഡിതന്മാർ റിയാദിൽ അന്നുണ്ട്. വളരെ പുഷ്കലമായൊരു വൈജ്ഞാനിക യുഗം റിയാദിന് ആ കാലത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് നിന്നൊക്കെ ദീനിയായ ഇൽമുകൾ നുകർന്നിട്ടാണ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ ഈ മതവിദ്യാർത്ഥി എന്നുള്ള നിലക്കുള്ള ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ്, ഏതാണ്ട് സൗദി അറേബ്യ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. ഈ അന്ധത, ഒരു പക്ഷേ അന്ന് ഈ അറേബ്യയിൽ ഈ കാഴ്ച നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആൾക്കാർക്കിടയിൽ കുറെ കൂടി സാർവത്രികമായിരുന്നു. ഈ കണ്ണിനെന്തോ തരത്തിലുള്ളൊരു രോഗം ബാധിക്കുക, അതിന് ആധുനികമായ ചികിത്സകൾ ലഭ്യമല്ലാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ പ്രദേശത്ത് ഒരു സവിശേഷതയായിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖിനെ പോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസും അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. 20-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട് അദ്ദേഹം ആ അർത്ഥത്തിൽ അന്ധത അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അന്ധനായിട്ട് തന്നെയാണ് അദ്ദേഹം മുഹമ്മദ് ബിൻ
ബിൻ ഇബ്രാഹിം ആലി ഷെയ്ഖിൻ്റെ കീഴിൽ ഒരു മതവിദ്യാർത്ഥിയായി അദ്ദേഹം വരുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്ന കാഴ്ചയുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ പിന്നിലാക്കുന്ന തരത്തിലുള്ള പഠന വൈഭവവും പഠനത്തിലുള്ള ഔത്സുക്യവും ഉന്മേഷവും എല്ലാം അദ്ദേഹം പ്രകടിപ്പിക്കുകയും വളരെ കുറഞ്ഞ കാലം കൊണ്ട് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലി ഷെയ്ഖിൻ്റെ ഒരു സന്തത സഹചാരിയായി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി. ആരാണ് അദ്ദേഹത്തിൻ്റെ അനന്തരഗാമി എന്ന് ചോദിച്ചാൽ ആർക്കും സംശയമില്ലാത്ത വിധം ആ ക്ലാസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ വിദ്യാർത്ഥിയായി ഒരു കുറഞ്ഞ കാലം കൊണ്ട് സൗദി അറേബ്യയിലെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായി വളർന്നു വന്ന ആളാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ആലുബാസ് എന്ന് പറയുന്ന ഈ പണ്ഡിതൻ. അപ്പോൾ അദ്ദേഹം 940-കളിൽ തന്നെ അൽ ഖർജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സൗദി അറേബ്യയിലെ ഒരു പ്രോവിൻസ് ആണ്, ഒരു അൽ ഖർജ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ശരിയ കോടതിയിൽ ഒരു ന്യായാധിപനായി അദ്ദേഹത്തെ സൗദി ഭരണകൂടം ചുമതലപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായി ഇസ്ലാമിക ശരീഅത്ത് നിയമവ്യവസ്ഥക്ക് ആധാരമായ രാജ്യത്ത് കോടതികളിൽ വക്കീലുമാരാവാറും ന്യായാധിപന്മാരാവുകയൊക്കെ ചെയ്യുന്നത് മതപണ്ഡിതന്മാരായിരിക്കും. കാരണം പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ ലോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലീഗൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്നാണ്. അത് ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചിട്ടുള്ള വിധി പറയേണ്ടത് എന്നതുകൊണ്ട് തന്നെ മതപണ്ഡിതന്മാരെയാണ് ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ സ്വാഭാവികമായി നിയമിക്കുക. അപ്പോൾ അതുകൊണ്ട് അൽ ഖർജിൽ അദ്ദേഹത്തെ ഒരു ന്യായാധിപനായി നിയമിക്കുന്നു. ആ ന്യായാധിപൻ എന്നുള്ള നിലക്ക് അദ്ദേഹം വളരെ പ്രസിദ്ധനാവുന്നു. കാരണം അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ ആഴം അദ്ദേഹത്തിന്റെ വിധികളിൽ വളരെ പ്രകടമായിരുന്നു. ഇബ്നു ബാസിനെ പറ്റി അദ്ദേഹം ഈ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലി ഷെയ്ഖിന്റെ ദർസിലൊക്കെ പഠിച്ചു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ അന്ധത എന്ന് പറയുന്ന ഒരു അനുഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എഡ്യൂക്കേഷന് പലതരത്തിലുള്ള സിസ്റ്റങ്ങളുണ്ട്. ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും മതവിദ്യാഭ്യാസത്തിനും ഭൗതിക വിദ്യാഭ്യാസത്തിനൊക്കെ പലതരത്തിലുള്ള സിസ്റ്റംസ് നമ്മൾക്ക് പരിചയമുണ്ട്. ഈ സൗദി മതവിദ്യാഭ്യാസത്തിന് അവിടെ നിലനിന്നിരുന്ന ഇന്നും ഏറെക്കുറെ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ മനപ്പാഠമാണ് അതിന്റെ പ്രാഥമികമായ രീതി. നമ്മൾ ഒരു പുസ്തകം വായിക്കുക എന്നുള്ളതിലപ്പുറത്ത് ഈ ഗ്രന്ഥങ്ങൾ അത് ശരിക്കും ഓറൽ ട്രാൻസ്മിഷൻ ആണ്. പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ സെക്കൻഡറി ആണ്. അത് ഒരു ടൂളായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് പഠിപ്പിക്കുന്ന അധ്യാപകൻ അത് മനപ്പാഠമായിരിക്കും. അദ്ദേഹം ആ ക്കാൻ വേണ്ടി മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി അത് മനപ്പാഠമാക്കിയിട്ടാണ് ഇത് മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഈ പുസ്തകം മനപ്പാഠമാക്കിയിട്ട്, അതാണ് അവർക്കുള്ള ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ, അത് മനപ്പാഠമാക്കിയിട്ട് മുന്നിൽ വന്നിരിക്കുന്നു. എന്നിട്ട് ഉസ്താദിൽ നിന്നത് കേൾക്കുന്നു, ഉസ്താദ് അത് വിശദീകരിച്ചു കൊടുക്കുന്നു, അതിൻ്റെ പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കുന്നു, അതിൽ ഉൾക്കാഴ്ചകൾ പകർന്നു കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ അന്ധനായ ഒരാൾക്കും, അതായത് കാഴ്ചശക്തി ഇല്ലാത്ത വായിക്കാൻ കഴിയാത്ത ഒരാൾക്കും ഈ സിലബസ് മറ്റ് വിദ്യാർത്ഥികളെ പോലെ തന്നെ പഠിക്കാൻ കഴിയും എന്നൊരു ഗുണം ഈ സിസ്റ്റത്തിനുണ്ട്. അതിൽ വായിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര നിർണായകമായൊരു കാര്യമല്ല. കേട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മനപ്പാഠം ഉണ്ടെങ്കിൽ, നല്ല ബുദ്ധി വൈഭവം ഉണ്ടെങ്കിൽ, മനപ്പാഠമാക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ കാഴ്ചയില്ലാത്തൊരു വിദ്യാർത്ഥിക്കും പണ്ഡിതനാകാൻ കഴിയുന്ന തരത്തിലുള്ളൊരു മതവിദ്യാഭ്യാസ സമ്പ്രദായമാണിത്. അപ്പോൾ ഷെയ്ഖ് ബിൻ ബാസിനെ പറ്റി അദ്ദേഹത്തിന്റെ ഈ ഹിഫ്ള് എന്ന് പറയുന്നത് വളരെ ലെജൻഡറി ആയിരുന്നു. നമ്മൾ ഖുർആനും ഹദീസ് ഗ്രന്ഥങ്ങളും മാത്രമല്ല, അദ്ദേഹം ഈ ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യത്തിലെ മഹാപണ്ഡിതന്മാരുടെ വളരെ പ്രധാനപ്പെട്ട രചനകൾ, കിതാബുകളെല്ലാം അദ്ദേഹത്തിന് ഹൃദിസ്ഥമായിരുന്നു. അത് ഏതുവരെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മരിക്കുന്നത് വരെ ആ ഓർമ്മ അത്രയും ശോഭയോടുകൂടി നിലനിന്നൊരു കാര്യമാണ്. ഇബ്നു ബാസിനെ പറ്റി അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ശിഷ്യന്മാരാണ് ഇങ്ങനെ ഈ പുസ്തകം വായിക്കുക. പിന്നീട് അദ്ദേഹം ഒരു മഹാപണ്ഡിതനായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാരെങ്കിലും പുസ്തകം ഇങ്ങനെ വായിക്കും. ആ വായിച്ചിട്ട് അത് കേൾക്കുമ്പോൾ അതിന്റെ വിശദീകരണം അദ്ദേഹം ഇങ്ങനെ പറയും. അതായിരുന്നു അതിന്റെ ഒരു സ്റ്റൈല്. അപ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ശിഷ്യന്മാർ പുസ്തകം നോക്കി വായിക്കുമ്പോൾ സംഭവിക്കുന്ന വളരെ സൂക്ഷ്മമായ അബദ്ധങ്ങൾ പോലും ഇബ്നു ബാസ് പെട്ടെന്ന് തിരിച്ചറിയുമായിരുന്നു. അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയും. ആ വരി അങ്ങനെയല്ല, ആ വാക്ക് അങ്ങനെയല്ല, അതിന്റെ ഇറാബ് അങ്ങനെയല്ല, എന്നിട്ട് ഒരു വട്ടം കൂടി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ശിഷ്യനെ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്യും അത് അങ്ങനെ തന്നെ അല്ല. അത് ഇനി അഥവാ ആ പ്രിന്റിലൊരു അബദ്ധം ഉണ്ടെങ്കിൽ പോലും, ശരിക്കും ഈ പ്രിന്റിലും എഴുത്തിലൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കും. ഈ ഓറൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനേക്കാളൊക്കെ പെർഫെക്റ്റ് ആയ ഒരു സാധനമാണ്. കാരണം അതിൽ അത്രയും എന്താ പറയുക, തഹ്ഖീഖുള്ള ഒരു ഉസ്താദിന്റെ അടുത്ത് നിന്ന് അത് ഹിഫ്ലാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അച്ചടിയിൽ ഒരു പുസ്തകം സുരക്ഷിതമാകുന്നതിനേക്കാൾ സുരക്ഷിതമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രിന്റഡ് എഡിഷനിലുള്ള ഒരു മിസ്റ്റേക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മനപ്പാഠ വൈഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അള്ളാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്. അത് 1-2 പുസ്തകങ്ങളല്ല, ഒരു ലൈബ്രറി ആയിരുന്നു, ഒരു നടക്കുന്ന ലൈബ്രറി ആയിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് ഖുർആൻ മനപ്പാഠമാണ്, തഫ്സീറുകൾ മനപ്പാഠമാണ്, പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം മനപ്പാഠമാണ്, അതിന്റെ വിശദീകരണ
ഗ്രന്ഥങ്ങൾ മനപ്പാടാണ്, അദ്ദേഹത്തിന് ഫിഖ് ഗ്രന്ഥങ്ങൾ മനപ്പാടാണ്. ഇത് ഇബ്നു ബാസിന് മാത്രമല്ല, സൗദി അറേബ്യയിൽ അന്ന് വികസിച്ച് വന്നൊരു മതവിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഈ കിതാബുകൾ, പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അല്ലെങ്കിൽ ഇബ്നു ഖുദാമ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇവരുടെയൊക്കെ പുസ്തകങ്ങളെങ്കിലും, ഈ പറയുന്ന പണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട കിതാബുകളെങ്കിലും പലതും അവരുടെ മേജർ ടെക്സ്റ്റുകളൊക്കെ മനഃപ്പാടമാക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സിലബസിന്റെ ഭാഗമായി നിന്നിരുന്നൊരു സമ്പ്രദായമാണത്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് ഷെയ്ഖ് ഇബ്നു ബാസ് വളരുന്നത്. മാത്രമല്ല മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖിന്റെ വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാവരുടെയും ഹൃദയം കവരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റഗ്രിറ്റിയാണ്. കാരണം ദീനിനോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു, നല്ല ബുദ്ധിവൈഭവം ഉണ്ടായിരുന്നു, നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്നതിനോടൊപ്പം ജീവിതത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്ന അപാരമായ വിശുദ്ധിയും അദ്ദേഹത്തിന്റെ സുഹൃദും ഇബാദത്തുകൾക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതവും വറവും അതെന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്തതായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ അവർ 100 നാവ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഷെയ്ഖ് ഇബ്നു ബാസ് എന്ന് പറയുന്നത് ദുന്യാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിരക്തി, പരലോകത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ സമർപ്പണം, ഇബാദത്തിലും ഇൽമിലും മാത്രം മുഴുസമയം, വളരെ ചെറിയ പ്രായത്തിൽ പോലും അതിൽ മാത്രം താല്പര്യം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് എന്ന് പറയുന്ന പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കാലശേഷം സൗദി മതവിജ്ഞാന മണ്ഡലത്തിന്റെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കേണ്ടത് തൻ്റെ ഈ ശിഷ്യനെയാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല നിശ്ചയം വന്നിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ 1950കളുടെ തുടക്കത്തിൽ തന്നെ റിയാദിൽ ഇപ്പോൾ ഇമാം മുഹമ്മദ് ബിൻ സൂദ് ജാമിയ, നിങ്ങൾ പിന്നെ ഇമാം മുഹമ്മദ് ബിൻ സൂദ് സർവകലാശാല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റിയാദിലെ വളരെ വളരെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ആയിരുന്നു. കുറച്ച് മുമ്പ് വരെ സൗദിയിലെ ഉന്നത മത പഠനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് ഒരു റിസർച്ച് സെന്റർ പോലെ വളരെ എക്സ്റ്റെൻസീവായി ഇസ്ലാമിക് റിസർച്ച് നടന്നിരുന്ന ഒരു സെൻ്ററാണിത്. അപ്പോൾ അത് 1950കളുടെ തുടക്കത്തിൽ തന്നെ ഈ സംവിധാനം അവിടെ പ്രവർത്തിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ അൽഖർജിലെ ന്യായാധിപനാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇബ്നു ബാസിന് താല്പര്യമുള്ള ഒരു കാര്യമല്ലായിരുന്നു. അത് സ്വാഭാവികമായി ഭരണകൂടം ഒരു കാര്യം നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കോടതി ന്യായാധിപനായി ജീവിക്കുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇൽമു പഠിക്കലും പഠിപ്പിക്കലുമായിരുന്നു അദ്ദേഹത്തിന്റെ പാഷൻ. അപ്പോൾ ഈ റിയാദിൽ ഈ സർവകലാശാല മൂർത്തരൂപം പ്രാപിച്ചപ്പോൾ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിനെ അൽഖർജ് എന്ന് മടക്കി വിളിച്ചിട്ട് അദ്ദേഹത്തെ റിയാദിലെ ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതോടുകൂടിയാണ് അദ്ദേഹം ഒരു പണ്ഡിതൻ എന്നുള്ള അർത്ഥത്തിൽ ഇൽമുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതം വളരെ സജീവമായി തീരുന്നത്. അവിടെ പഠനവും പഠിപ്പിക്കലും ഗവേഷണവും വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദവും അവരെ ഒരുക്കിയെടുക്കലും പുസ്തകങ്ങൾ എഴുതലൊക്കെ ആയിട്ട് നമുക്കറിയാലോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആ രീതിയിലുള്ള ഇന്റലക്ച്വലി വൈബ്രന്റ് ആയ ഒരു അറ്റ്മോസ്ഫിയറിൽ ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന് അന്ന് 40 വയസ്സ് തികഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ 30കളിലാണ് അദ്ദേഹം ആ സമയത്തുള്ളത്. അപ്പൊ അദ്ദേഹം പഠനം കഴിഞ്ഞ് ഈ ന്യായാധിപന്റെ ഘട്ടം കഴിഞ്ഞ് അദ്ദേഹം അവിടെ ഗവേഷണത്തിലും അധ്യാപനത്തിലും ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സമയമാണിത്. ഈ സമയത്തൊക്കെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് ആണ് 1961 അബ്ദുൽ അസീസ് രാജാവ് മരണപ്പെട്ടിട്ടുണ്ട്. സൂദ് രാജാവ് അബ്ദുൽ അസീസ് രാജാവിന്റെ പുത്രൻ സൗദി അറേബ്യയുടെ രാജാവായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 1961 നിങ്ങൾക്കൊക്കെ കേട്ട് പരിചയമുള്ള ആധുനിക സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ മതവിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായി മാറിയ അൽ ജാമിയത്തുൽ ഇസ്ലാമിയ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി 1961 സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഈ 1961 ഇത് സ്ഥാപിച്ചപ്പോൾ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് ചെയ്തൊരു കാര്യം, അതിന്റെ ഉത്തരവാദിത്തം ഇബ്നു ബാസിനെ ഏൽപ്പിച്ചു. അവിടെ റയീസുൽ ജാമിയ എന്ന് പറയുന്നത്, മദീന യൂണിവേഴ്സിറ്റിയുടെ റയീസ് എന്ന് പറയുന്നത്, പ്രസിഡന്റ്, ഡീൻ എന്ന് പറയുന്നത് ടെക്നിക്കലി അത് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് തന്നെയായിരുന്നു. അദ്ദേഹം നായിബ് റയീസ് എന്ന് പറഞ്ഞിട്ടാണ്, അതിന്റെ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖ് ഇബ്നു ബാസിനെ അതിന്റെ ചുമതല ഏൽപ്പിക്കുന്നത്. പക്ഷേ റിയാദിൽ സ്വാഭാവികമായി ഗ്രാൻഡ് മുഫ്തി എന്നുള്ള നിലക്കുള്ള ഒരുപാട് കൃത്യാന്തര ബാഹുല്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റിയാദിൽ തന്നെ ജീവിക്കുകയാണ് ചെയ്തിരുന്നത്. മദീനയിൽ പോയി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ താമസിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഷെയ്ഖ് ഇബ്നു ബാസ് ആണ്. അപ്പോൾ ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ 40 വയസ്സ് തികയുന്ന സമയമാണിത്. അപ്പോൾ നമ്മൾ മദീന യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിയാദിലെ ഈ ജാമിയത്തുൽ ഇമാം എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനം പ്രാഥമികമായി സൗദി വിദ്യാർത്ഥികളെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമായിരുന്നു. വിദേശികൾ അവിടെ വന്ന് പഠിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പലരും പഠിച്ചിട്ടുണ്ട്. പക്ഷെ പ്രാഥമികമായി അത് കൂടുതലും സൗദി അറേബ്യയിൽ നിന്ന് തന്നെയുള്ള മതവിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമായിരുന്നു. അതേസമയം മദീന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈമറിലി വിദേശ വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഇബ്നു ബാസ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാവുകയാണ്, അവിടുത്തെ ഒരു പ്രധാനാധ്യാപകനെ പോലെ ആയി മാറുകയാണ്. അദ്ദേഹമാണ് യൂണിവേഴ്സിറ്റി നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഏതാണ്ട് മുസ്ലിം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അങ്ങോട്ട് വിദ്യാർത്ഥികൾ വരികയാണ്. അതായത് ഇന്തോനേഷ്യ മുതൽ അമേരിക്ക വരെയുള്ള നമ്മളൊരു ലോക മാപ്പ് എടുത്ത് വെച്ച് നോക്കിയാൽ അത്രയും ഡൈവേഴ്സ് ആയ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ നിന്ന് സ്റ്റുഡൻസ് അവർ ഇസ്ലാം പഠിക്കാൻ വേണ്ടി മദീന യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ഫൈസൽ രാജാവ് സൗദി അറേബ്യയുടെ രാജാവാകുന്നുണ്ട്. ഫൈസൽ രാജാവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അദ്ദേഹം ഈ ഇസ്ലാമിക പ്രബോധനത്തിനൊക്കെ വലിയ പ്രാമുഖ്യവും മുൻഗണനയും കൊടുത്തു എന്ന് പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്ന ഒരു സൗദി രാജാവാണ്. അപ്പം അദ്ദേഹം ഈ പെട്രോ ഡോളർ എന്ന് നമ്മളിങ്ങനെ ഈ ആക്ഷേപ സ്വരത്തിൽ ആൾക്കാർ പറയുന്ന കാര്യമുണ്ടല്ലോ, ഈ സൗദി അറേബ്യയിൽ ഈ ഓയിൽ വെൽത്ത് നന്നായി വരാൻ തുടങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ ഈ ഓയിൽ വെൽത്ത് ഇങ്ങനെ ഉണ്ടായ സമയത്ത് ഗവൺമെന്റ് നന്നായി മദീന യൂണിവേഴ്സിറ്റിയെ ഫണ്ട് ചെയ്ത, അവിടുത്തെ പഠനത്തെ ഫണ്ട് ചെയ്ത, പ്രത്യേകിച്ചും വിദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കാര്യമായി പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ആ സമയത്താണ് ഷെയ്ഖ് ബിൻ ബാസ് അവിടുത്തെ ഒരു തലവനായി നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതായത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ എത്തുന്നു, അവർക്ക് വിമാന ടിക്കറ്റുകൾ ഫ്രീ ആണ്, അവർക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ട്, അവർക്ക് അവിടെ ഹോസ്റ്റലുണ്ട്, ഭക്ഷണമുണ്ട്. സ്വാഭാവികമായും ദരിദ്ര പശ്ചാത്തലങ്ങളിൽ നിന്ന് പോലുമുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയുമായിരുന്നു. അതേസമയം ഈ ഇന്റർവ്യൂ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികൾ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു നല്ല IQ ലെവലുള്ള, നന്നായി പഠിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ, അതായത് ഒരു ഇന്റലക്ച്വൽ ക്രീമാണ്, അതായത് മതവിദ്യാർത്ഥികളാകാൻ വെമ്പൽ കൊണ്ട ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഉയർന്ന ബൗദ്ധിക നിലവാരമുള്ള ഒരു സംഘം വിദ്യാർത്ഥികളാണ് ആ സമയത്ത് മദീന യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത്. അവർക്ക് ഷെയ്ഖ് ബിൻ ബാസിനെ പോലുള്ള ഒരു അധ്യാപകനെ കൂടി കിട്ടിയാൽ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് എത്ര വലിയൊരു വൈജ്ഞാനിക വസന്തമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഷെയ്ഖ് ബിൻ ബാസിന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നമ്മൾ പറയുന്ന ദീന് അത്രക്കും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു തലം അദ്ദേഹത്തിന്റെ നമ്മൾ ഈ അഖ്ലാഖ് എന്ന് പറയുമല്ലോ, അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം, അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അതിനെപ്പറ്റി ഒരുപാട് എഴുതിയതും സംസാരിച്ചതും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഒരു വിനയം, അദ്ദേഹത്തിന് വിദ്യാർത്ഥികളോടുള്ള സൗഹൃദം, അദ്ദേഹത്തിന്റെ ആർദ്രത, അദ്ദേഹത്തിന്റെ കാരുണ്യം, അദ്ദേഹം വിദ്യാർത്ഥികളോട് കാണിക്കുന്ന സ്നേഹം, അവരുമായുള്ള അദ്ദേഹത്തിന്റെ ഹൃദയബന്ധം. അതായത് ഈ ഒരു ഷെയ്ഖ്, ഒരു ഉസ്താദ്, ഒരു മെന്റർ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വൈകാരികമായ അനുഭവമാണ് ഇബ്നു ബാസിന്റെ വിദ്യാർത്ഥികൾക്ക്. ഒന്ന് അദ്ദേഹത്തിന്റെ ഇൽമ്, ആ ഇൽമിന്റെ ഒരു ആഴം, പരപ്പ്, അദ്ദേഹത്തിന്റെ ഹിഫ്ള്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ കൃത്യത, അതൊരു വശത്ത് ഉണ്ടാവുമ്പോൾ തന്നെ വേറൊരു സൈഡിൽ അദ്ദേഹത്തിന്റെ ഈ സ്വഭാവ ഗുണങ്ങൾ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വളരെ വലിയ സ്ഥാനം നേടിക്കൊടുത്തിരുന്നു. പ്രത്യേകിച്ചും ഉദാരമായി ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇബ്നു ബാസിന്റെ ഒരു ശൈലിയായിരുന്നു. അദ്ദേഹം ഈ സ്വതക്ക, ഇബ്നു ബാസ് ജീവിതത്തിൽ പുലർത്തിയിരുന്ന നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അത്. നമ്മൾ ഈ ഫൈനാൻഷ്യലി സൗദി അറേബ്യ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള ഒരു പൊസിഷനിലുള്ള ഒരു സ്കോളർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പണം കയ്യിലേക്ക് വരുമായിരുന്നു. പക്ഷേ ഈ പണം മുഴുവൻ അദ്ദേഹം ഇങ്ങനെ കൈയയച്ച് ദാനധർമ്മങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ പലപ്പോഴും ദരിദ്ര രാജ്യങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പലപ്പോഴും സംഘർഷങ്ങളും അഭയാർത്ഥി പ്രവാഹങ്ങളും യുദ്ധങ്ങളും ഒക്കെ കൊണ്ട് പല രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മുസ്ലിം നാടുകളിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ അവിടെ എത്തിയിരുന്നു. അവരെയൊക്കെ ഫൈനാൻഷ്യലി നിരന്തരം അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇബ്നു ബാസിന്റെ ഒരു രീതിയായിരുന്നു. അവർക്ക് എല്ലാ അർത്ഥത്തിലും ഒരു രക്ഷിതാവിനെ പോലെയായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് ഉണ്ടായിരുന്നത്. അവരുടെ പട്ടിണി മാറ്റിയിരുന്ന, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തിരുന്ന, അവർക്ക് വീട്ടിലേക്ക് കൊടുക്കാൻ പണം കൊടുത്തിരുന്ന, അതായത് ഇതൊന്നും അവരുടെ റെഗുലർ സ്റ്റൈപ്പൻഡിൽ പെട്ട കാര്യങ്ങളല്ല. ഷെയ്ഖ് ഇബ്നു ബാസ് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹം അങ്ങനെ എടുത്ത് കൈ അയച്ച് പണം കൊടുക്കുന്നതാണ്. അത് ദുന്യാവിനോടുള്ള വളരെ നിസ്സംഗമായ, പണത്തോട് ഒരു തരത്തിലുള്ള ആർത്തിയും ആവശ്യവുമില്ലാത്ത വളരെ വിരക്തി നിറഞ്ഞൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. അദ്ദേഹത്തിന്റെ പണം മുഴുവൻ ഈ വഴികളിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹം ആ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നു. ഈ സമയത്ത് തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അദ്ദേഹം ഫത്വകൾ കൊടുക്കുന്നുണ്ട്, അദ്ദേഹം ഒരുപാട് രചനകൾ നടത്തുന്നുണ്ട്, ആ രചനകൾ വ്യാപകമായി വായിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു, മദീനയിൽ നിന്ന് പഠിക്കുന്നു, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോകുന്നു, അവരവിടെ പ്രബോധകരായി മാറുന്നു. അവരവിടെയൊക്കെ പ്രബോധകരായി മാറുമ്പോഴും അദ്ദേഹത്തെ ഒരു ഗുരുമുഖമായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കത്തയക്കുന്നു, ഫോൺ വിളിക്കുന്നു, ഓരോ കാര്യത്തിലും ഉപദേശം ചോദിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മദീന യൂണിവേഴ്സിറ്റിയിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ എത്തുന്നു, അവർ പഠിക്കുന്നു, പുറത്തു പോകുന്നു, അവർ ആ നാടുകളിൽ തിരിച്ചെത്തുന്നു, അവിടെ എത്തിയിട്ട് സലഫി ദഅവ നടത്തുന്നു, അവിടുത്തെ മുസ്ലിങ്ങളെ തൗഹീദിലേക്കും സുന്നത്തിലേക്കും വിളിക്കുന്നു, അതോടൊപ്പം അമുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്തുന്നു, ഇതിനൊക്കെ അവർക്ക് നേതൃത്വം കൊടുക്കുന്നു. അപ്പോഴൊക്കെ
അവരൊക്കെ ഇത് ലോകം മുഴുവൻ ഒരു ഗ്ലോബലായിട്ട് ഒരു ഗ്ലോബൽ സ്കെയിലിൽ മദനികൾ മദീന യൂണിവേഴ്സിറ്റിയിലെ ബിരുദധാരികൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു പ്രചോദനമായി അവരുടെ ഒരു മെന്ററായി ആ സമയത്തൊക്കെ ഷെയ്ഖ് ബിൻ ബാസ് ഇവിടെ ഉണ്ട്. അവരിടക്ക് സൗദിയിൽ വരുന്നു, ഷെയ്ഖിനെ കാണുന്നു, അദ്ദേഹത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതൊരു സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു മോഡേൺ നേഷൻ സ്റ്റേറ്റിന്റെ അതിർത്തികളെ മുറിച്ചു കടന്നുകൊണ്ട് ഒരു ആഗോള പ്രതിഭാസമായി മദീന യൂണിവേഴ്സിറ്റിയുടെ നായകത്വം വഹിക്കുന്ന ആൾ എന്നുള്ള നിലക്ക് ഷെയ്ഖ് ബിൻ ബാസ് മാറിക്കൊണ്ടിരുന്ന ഒരു കാലം കൂടിയാണ് നമ്മൾ ഈ 1960-കൾ 1970-കൾ എന്നൊക്കെ പറയുന്നത്. അതിനിടയിൽ 1969 മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആൽ ഷെയ്ഖ് മരണപ്പെടുന്നു. അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി നമുക്കറിയാലോ സ്വാഭാവികമായും അവിടുത്തെ പണ്ഡിതന്മാരുടെ ഒരു നേതൃത്വത്തിലേക്ക് പിന്നീട് കടന്നു വരുന്നത് ഷെയ്ഖ് ബിൻ ബാസ് ആണ്. അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഇബ്നു ബാസിന് സാങ്കേതികമായി അദ്ദേഹം അവിടെ നേരിട്ട് നിൽക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് റിയാദിലേക്ക് മടങ്ങി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെയാണ് അതോടുകൂടി ഉണ്ടാകുന്നത്. ഞാൻ ഏതായാലും ഒരു ആമുഖം എന്നുള്ള നിലക്ക് ഷെയ്ഖ് ബിൻ ബാസ് അദ്ദേഹം ഈ സൗദി മതവിജ്ഞാന മണ്ഡലത്തിന്റെ ഒരു തലപ്പത്തേക്ക് അതിന്റെ ഒരു ഏറ്റവും മുൻനിരയിലേക്ക് അദ്ദേഹം കടന്നു വന്നതിന്റെ ഒരു പശ്ചാത്തല വിവരം എന്നുള്ള നിലക്കാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്.